ഇനി ചില വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് പോയാലോ അല്ലേ? ഓണത്തിന്റെ ആ ഒരു ഓണപ്പാച്ചിലിന്റെ തുടക്കമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇങ്ങനെ പണ്ടൊക്കെ ഉത്രാടപ്പാച്ചിലെന്ന് പറയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലേ? നമ്മൾ ഈ ഒരു മാസം മുൻപേ തുടങ്ങും അതിന് വേണ്ടിയിട്ടുള്ള ചിട്ടവട്ടം. ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് വാർത്ത. ചിങ്ങം പിറന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ഓണപ്പൂ വിപണിയും ഉണർന്നിട്ടുണ്ട്. വില കൂടുതലാണ് എന്നതൊന്നും കച്ചവടത്തെ ബാധിക്കുന്നില്ല. കൊച്ചി കലൂരിലെ പൂവിപണന കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് പൂവിപണിയിലെ കച്ചവടമൊക്കെ പൊടിപൊടിക്കുന്നത്? രഞ്ജിത്ത്, രാഖി, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂരിലെ ഒരു പൂവിപണന കേന്ദ്രത്തിലാണ്. കാണാം കളർഫുള്ളായിട്ടുള്ള പലവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ. ചെണ്ടുമല്ലിയുണ്ട്, അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വെള്ള ചെണ്ടുണ്ട്, വാടാമല്ലി കളറിൻ്റെ ചെണ്ടുണ്ട്, ജമന്തിയുണ്ട്. നമ്മൾ ഈ കളർഫുള്ളായിട്ടുള്ള ഈ പൂവുകൾ കാണുമ്പോൾ ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. അതായത് വില നിലവാരം പറയുകയാണെങ്കിൽ മുല്ലപ്പൂവിനൊക്കെ തന്നെ കിലോയ്ക്ക് 3000 കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളപ്പൂക്കൾക്കാണ്, വെള്ള നിറത്തിലുള്ള പൂക്കൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വില കൂടുതലുമുണ്ട്. ഞാനിവിടുത്തെ ചേട്ടനോട് സംസാരിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞത് കിലോയ്ക്ക് വെള്ള ജമന്തി അല്ലെങ്കിൽ വെള്ള ചെണ്ട് പോകുന്നത് 800 രൂപയാണ്. പക്ഷേ ഈ വിലയൊന്നും തന്നെ ആളുകൾക്ക് യാതൊരു വിധത്തിലും മുഷിപ്പൊന്നുമില്ല. അവരെല്ലാവരും കടന്നു വന്ന് ഈ പൂക്കളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കാരണം പൂക്കളം ഇടാതെ ഒരു ഓണം മലയാളിക്കില്ല. അതുകൊണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പൂക്കളാണ് കൂടുതലും. പലപ്പോഴും നമ്മുടെ പ്രാദേശികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്ര കണ്ട് വിപണിയിലേക്ക് എത്താറുമില്ല. അത് ആളുകളുടെ ബാഹുല്യം കൂടുതലായതുകൊണ്ട് തന്നെ ആ ഡിമാൻഡ് കൂടുന്നതിന് അനുസരിച്ച് നമുക്കത് വിൽക്കാനും പറ്റാറില്ല. പക്ഷേ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ പൂക്കൾക്ക് ആളുകൾ ഒരുപാട് വരുന്നുണ്ട് വാങ്ങിക്കാനായിട്ട്. ജമന്തി ആണെങ്കിലും ചെണ്ടുമല്ലി ആണെങ്കിലും ഒക്കെ തന്നെ ഈ മുത്ത വിപണന കേന്ദ്രത്തിലെത്തി ചെറുകിട കച്ചവടക്കാരുൾപ്പെടെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് പൂക്കൾ കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതായത് ഈ ഓരോ കിലോ വീതമോ അല്ലെങ്കിൽ 1/2 കിലോ വീതമോ ഒക്കെ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് വില നോക്കുമ്പോൾ. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു കിറ്റിൽ ഇത്ര രൂപയ്ക്ക് പൂക്കളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അതാണ് കൂടുതലായിട്ടും വിറ്റ് പോകുന്നതെന്നാണ് കടക്കാർ പറയുന്നത്. എന്തായാലും അവരോട് തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ചോദിക്കാം. എങ്ങനെയാണ് ചേട്ടാ പൂക്കളുടെയൊക്കെ ഒരു വില നിലവാരം? പൂക്കൾ ഇപ്പോൾ ചെറിയൊരു ചൂടിലാണ്, കുറയാൻ സാധ്യതയുണ്ട്. ഇന്ന് 2 ദിവസമായിട്ട് ചെറിയ ചൂടുണ്ടാവും. നമ്മളിപ്പോൾ 150 രൂപയൊക്കെ കുറഞ്ഞ സാധനങ്ങൾ 150, 200 ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ കിറ്റ് കണക്കിന് കൊടുക്കുന്നുണ്ട്, 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക്. അങ്ങനെ വീട്ടാവശ്യക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളെ ശേഖരത്തിൽ ഒരു 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് കിറ്റ് ചോദിക്കുന്നവർക്ക്. ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏത് പൂവിനാണ്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറ്റാണ്. 2 ഐറ്റം വൈറ്റ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ കൂടിയ വൈറ്റാണ്. കുറഞ്ഞ വൈറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് വണ്ടിയിൽ കുറഞ്ഞ വൈറ്റ് വരും, 300, 350 ആയിട്ട് അങ്ങനെ വരും. ഇപ്പോഴുള്ള രസം ക്വാളിറ്റിയുള്ള സാധനമാണ്. ക്വാളിറ്റി പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി തന്നെയെന്ന് പറയാം. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാളുകളിൽ കേട്ടോ. ആളുകൾ പക്ഷേ വിലയൊന്നും നോക്കാറില്ലല്ലോ. ആവശ്യക്കാർ വന്നാൽ വില നോക്കാറില്ല. ചിലർക്ക് പൈസ ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പോൾ അവർ വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. എന്താ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിവുകളത്തോളം. നമ്മുടെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം വേണ്ട വെച്ചിട്ട് കണക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ടീമിന്. പൂക്കളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഏത് സ്ഥലം? ഇത് ചിക്കാബല്ലൂർ, ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ട, ദിണ്ടിക്കല്ല്, അങ്ങനെ 4 മാർക്കറ്റ് 5 മാർക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ഈ ഓണം മൊത്തത്തിൽ ഈ ഒരു കച്ചവടത്തെ എങ്ങനെ ഇതാകുന്നുണ്ട്? ഓണം മൊത്തത്തിൽ കച്ചവടത്തിൽ ഈ പ്രാവശ്യം കുറച്ച് ഡിമ്മായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ. നമുക്ക് പറഞ്ഞാൽ 10-20 സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റേണൊക്കെ ഉണ്ട്. അതായത് രഞ്ജിത്ത്, ഓണവിപണി ഉഷാറാണ്. പൂക്കളൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. ഈ ഓണത്തിന്റെ പൂക്കൾ ഇടാനായിട്ട് ഈ പൂക്കളൊക്കെ അത്യാവശ്യം അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഉൾപ്പെടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ കിറ്റിനാണ് വില. 50 രൂപ കിറ്റിനാണ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. കാരണം 1/2 കിലോ വീതമൊക്കെ പൂക്കൾ വാങ്ങിയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. വില കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ 10 ദിവസം പൂക്കളം ഇടുക എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ കിറ്റുകളിൽ പൂ വാങ്ങി കുട്ടികളൊക്കെ അടക്കം. ഇപ്പോഴത്തെ കാലത്താണ് എനിക്ക് തോന്നുന്നു ഈ വിപണിയെ മാത്രം ആശ്രയിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള കാട്ടുപൂക്കളൊക്കെ ഇട്ടിട്ട് ആളുകൾ ഓണം അല്ലേ അത്തപ്പൂക്കൾ ഇടുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു.